കയറിയിരുന്നോളുക. കാരണം ഇടയ്ക്ക് ഒരുപാട് സീറ്റുകളുണ്ടാകും. വന്നിരിക്കാൻ ആളുകളുണ്ട്, അവരോട് വന്നിരുന്നോട്ടെ. തുടങ്ങാം. ഹരിയോ, നമ്മൾ എവിടെയാ നിർത്തിയേ? വർണ്ണാശ്രമ വ്യവസ്ഥയനുസരിച്ച് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾ സ്വധർമ്മത്തിൽ വ്യാപരിക്കുമ്പോഴാണ് നിത്യവും അനിത്യവും തിരിച്ചറിയുക. അന്യധർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോൾ വിവേകം കൈവരില്ല. കാരണം പരധർമ്മം നിരന്തരമായ ദുഃഖവും അടിച്ചമർത്തലും തന്നുകൊണ്ടിരിക്കും. അങ്ങനെ സ്വധർമ്മം അനുഷ്ഠിച്ച് ഈശ്വരാർപ്പണ ബുദ്ധിയ താനും ഈശ്വരന്റെ ഭാഗമായി ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ ഈശ്വരാനുഗ്രഹത്തിൽ നിന്ന് നിത്യ അനിത്യ വസ്തുബോധം ഉണ്ടാവും. വർണ്ണം കഴിഞ്ഞാണിത്. മൂന്നാമത്തെ ആശ്രമം എത്തുമ്പോഴാണ് ഈ സൂചനകളൊക്കെ തോന്നുക. അതുവരെ തോന്നില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം. അപ്പോഴാണ് ഇത് ആയിട്ട് കൂട്ടിമുട്ടുക. അതിനുമുമ്പ് അറിയില്ലേ എന്ന് ചോദിച്ചാൽ അറിയും. പുസ്തകങ്ങൾ, ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ ഇവയൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കിത്തരുന്നതാണ് അല്ലാത്തത്. അതിനൊരു അപകടമുണ്ട്. നിങ്ങൾ അതാണെന്ന് അഭിനയിക്കാൻ നേരത്തെ തുടങ്ങും. ഒന്നിൽ നിന്ന് വേറൊന്നിനെ അഭിനയിക്കുകയും അതിൽ അഹന്ത പുലർത്തുകയും ചെയ്യുമ്പോൾ അതല്ല എന്ന് അറിയുന്ന ഓരോ നിമിഷങ്ങളിലും സംഘർഷമാവുണ്ടാകുന്നു. ആത്മാർത്ഥത പുലർത്താൻ പറ്റുകയുമില്ല. അതാണ് ഇന്ന് ആധുനിക ലോകത്തിന് പറ്റിയിരിക്കുന്ന ബുദ്ധിമുട്ട്. ഇതിന് കാരണം സമറ്റിക് രീതിയിൽ ഒരു പൗരോഹിത്യ പ്രേഷണത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഇതിനെയെല്ലാം നാം കാണുന്നത്. കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും നിയമവ്യവസ്ഥകൾക്കനുസരിച്ചും ഇതിനെയൊക്കെ മാറ്റാവുന്നതാണ് എന്നാണ് ആ കണ്ടെത്തൽ. മാറ്റമില്ലാത്ത നിയമങ്ങളെ അല്ല കാണുന്നത്, മാറുന്ന നിയമങ്ങളെയാണ് കാണുന്നത്. സമൂഹം മാറിക്കൊണ്ടേയിരിക്കും, മൂല്യം മാറരുത്. മനസ്സിലായില്ല? സമൂഹമാറ്റത്തിന് അനുഗുണമായി മൂല്യം മാറണമെന്നുള്ളതാണ് ആധുനിക വ്യവസ്ഥ. ഇതാ രണ്ടും തമ്മിലുള്ള അന്തരം. അതുകൊണ്ട് ശരിയായ വർണ്ണാശ്രമ ആചാരരതനായി ജീവിക്കുമ്പോൾ മാത്രമാണ് വിവേകം കൈവരുന്നത്. അല്ലെങ്കിൽ വിവേകമെന്ന സാങ്കേതിക ശബ്ദമേ അറിയുള്ളൂ.
വിവേകം ഉണ്ടായിരിക്കില്ല. വിവേകമെന്നത് നിത്യവും അനിത്യവും വേർതിരിച്ചറിയുന്നതാണ്. നിത്യവും അനിത്യവും വേർതിരിച്ചറിഞ്ഞാൽ ഞാനും അന്യനും ഇല്ലാതാവും. അവിടെ സംഭവിക്കുന്നതെല്ലാമാണ് ഇന്ന് ഉന്നതന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. സാധ്യമാവില്ല. നിന്നെപ്പോലൊന്നും സ്നേഹിക്കണ്ട. വെറുക്കാതിരുന്നാ മതി. അതുപോലും പറ്റൂല. പഠിപ്പിക്കാനൊക്കെ എളുപ്പമാണ്, പഠിപ്പിക്കുന്നവർക്ക് പോലും പറ്റൂല. പറ്റുകയില്ലാത്തതിന്റെ കാരണം ഇതാണ്. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ആശാനാ പറയുന്നത്. പറയാൻ എളുപ്പമാണ്. അത്തരം വിവേകം കൈവരണമെങ്കിൽ സ്വധർമ്മമനുസരിച്ച് ജീവിച്ച് ആ അർച്ചന ഈശ്വരനിലാണെന്നറിഞ്ഞ് ഈശ്വരനല്ലാതുള്ളതെല്ലാം അനിത്യമാണെന്നും ഈശ്വരൻ നിത്യമാണെന്നും ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ പിന്നെ വേറിട്ടൊന്നും സമ്പാദിക്കണ്ട. എവിടെ ഇട്ടാലും ഉപയോഗ സമയത്ത് കൃത്യമായി കിട്ടും. എൻ്റെ കയ്യിലുണ്ടെങ്കിലേ എൻ്റെ ആവശ്യം നടക്കുകയുള്ളൂ. Am I right? എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ഒരാവശ്യവും നടക്കുകയില്ല. ഞാൻ ഉണ്ടാക്കിയതെല്ലാം പലരുടെ കയ്യിലാണ്. എൻ്റെ ആവശ്യം കൃത്യമായി നടക്കുന്നു. എൻ്റെ ആവശ്യം നടക്കുന്നത് പോലെ വേറൊരുത്തൻ്റെയും ആവശ്യം നടക്കില്ല. ഇതാണ് ഈശ്വര വിശ്വാസം. അതിന് അചഞ്ചലമായ മനസ്സ് വേണം. അതിൻ്റെ സാമ്പത്തിക ദർശനം നിങ്ങൾ പഠിച്ച ഒരു ശാസ്ത്രമാതൃക കൊണ്ടും ഉറപ്പുവരില്ല. വർണ്ണാശ്രമധർമ്മം കൊണ്ട് മാത്രമേ ഉറപ്പുവരൂ. അത്ര ഉറപ്പ് കിട്ടിയാൽ പിന്നെ അവൻ ദരിദ്രരിൽ ദരിദ്രനും സമ്പന്നനിൽ സമ്പന്നനുമായിരിക്കും. അതാണ് മനസ്സിലാകാൻ ശകലം വിഷമമുള്ള മാത്തമാറ്റിക്സ്. മനസ്സിലായില്ല? ധനരഹിതനവൻ, ധനത്തിനെല്ലാം പ്രഭവം. നോട്ടടിക്കുന്നവനാ, പിന്നെ പഞ്ഞുണ്ടോ? മനസ്സിലായില്ല? അവൻ ചിന്തിക്കുന്നു, നടപ്പാക്കുന്നു. നിങ്ങളാണെങ്കിൽ ചിന്തിക്കണം, സമാഹരിക്കണം. മനസ്സിലായില്ല? ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും വരിക. അത് പറ്റണമെങ്കിൽ വർണ്ണാശ്രമരതനായിരിക്കണം. അപ്പോൾ വർണ്ണാശ്രമധർമ്മേണ ഹരിതോഷണാത്, വർണ്ണാശ്രമധർമ്മങ്ങളാകുന്ന തപസ്സുകൊണ്ട്, ധർമ്മേണ തപസാ ഹരിതോഷണാത്, ഹരിയെ സന്തോഷിപ്പിച്ചാൽ വിവേകമുണ്ടാവും. വിവേകം വന്നു കഴിഞ്ഞാൽ വിവേകത്തിൻ്റെ ഫലം വൈരാഗ്യമാണ്, ശത്രുതയല്ല. വിരാഗത. ഇഹ അമുത്ര ബലഭോഗ വിരാഗത തദനന്തരം. ഈ ലോകം മാത്രമൊന്നുമല്ല, അങ്ങേ ലോകത്ത് ഒരാഗ്രഹവും ഇല്ലാതിരിക്കുക.
ആഗ്രഹങ്ങൾ തീരുക എന്ന് പറഞ്ഞാൽ തൃപ്തനാകുക എന്നർത്ഥം. തൃപ്തന്റെ ആഗ്രഹങ്ങളെ അറ്റുപോകൂ. തർപ്പണം ചെയ്തവനാകുക. തർപ്പണം തൃപ്തിക്കുള്ളതാണ്. എൻ്റെയും എൻ്റെ തലമുറകളുടെയും തർപ്പണം മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തൃപ്തനായിത്തീരും. കാരണം എൻ്റെ വാസനകളെ വേറിട്ട് കണ്ട്, എൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളെ വേറിട്ട് കണ്ട്, എൻ്റെ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയാദി കോശങ്ങളെ വേറിട്ട് കണ്ട്, ഇവയെല്ലാം വേർപെടുത്തി ധ്യാനിച്ച്, പൃഥക്കരിച്ച് ധ്യാനിച്ച്, എൻ്റെ പഴയ ശബ്ദം പൃഥക്കരിക്കുക ഓരോന്നിനെയും. അപ്പൊ എൻ്റെ ശരീരം 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലൂടെ കടന്ന ഈ മാനവ ശരീരത്തിലെത്തിയിരിക്കുന്നു. അതിൻ്റെ ഒക്കെ വാസന എന്നോടൊപ്പം ഉണ്ട്. മനുഷ്യമാത്രാഭിമാനിയാകുമ്പോൾ അറയ്ക്കുന്നതൊക്കെ പൂർവ യോനിയിലെ മൃഗവാസന ഉണരുമ്പോ ഇഷ്ടമാവും. മനസ്സിലായില്ല? വേറൊരാളൊന്ന് നക്കി, വേറൊരാള് ഒരു സാധനം കൈകൊണ്ട് തൊട്ടു എന്നൊക്കെ ചർച്ച ചെയ്യുകയാണ് മനുഷ്യരിരുന്നെങ്കിൽ, അയ്യേ അറയ്ക്കില്ലേ എന്നൊക്കെ ചോദിക്കും. ശരിയല്ല. അതേ അവസരം വരുമ്പോൾ നിങ്ങളുടെ മൃഗവാസന ഉണർന്നാൽ അതൊക്കെ ചെയ്യും. അപ്പോ നിങ്ങൾ ഈ മനുഷ്യാഭിമാനിയല്ല, ആ പൂർവ ജനിതകത്തിലെ മൃഗാഭിമാനിയാണ്. കേൾക്കാതിരിക്കുകയാണ് നല്ലത്. വല്ലപ്പോഴും മൃഗത്തിൻ്റെ സുഖം കിട്ടിയത് ചിലപ്പോൾ ഈ ക്ലാസ് അന്നേരം ഓർമ്മ വന്നാൽ പെട്ടെന്നൊരു ഷോക്കുണ്ടാവും. അപ്പോൾ ആ മൃഗശരീരം സംതൃപ്തമാകാതെ വരും. അതുകൊണ്ടാണിത് അധികാരിയായിട്ട് കേൾക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുളതാണ്. മനസ്സിലായോ എന്നറിയില്ല. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വരരുത്. ഇനിയിപ്പോൾ ഈ പലതരം പരിപാടികളിലൊക്കെ ചെന്ന് ഏർപ്പെടുമ്പോൾ പെട്ടെന്നായിരിക്കും പറയുന്ന എൻ്റെ രൂപവും പറയുന്ന വാക്കും കൂടി കയറി വരുന്നു. കോളവാവും. ചുരുക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങൾ മുഴുവൻ കളയാനാണ് എന്നെ പരിചയപ്പെടുന്നത്. മറ്റത് അതെങ്കിലും ഉണ്ടായിരുന്നു എന്ന് സമാധാനിക്കാം. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തിൽ ആളുകളോട് പറയും, ബാക്കി എല്ലാ ക്ലാസ്സും കേൾക്കാം, നല്ലതാണ്. ഇത് കഴിയുമെങ്കിൽ കേൾക്കരുത്. ആ കേട്ടാൽ കുളമാണ്. വട്ടുപിടിക്കാൻ വേറെ ഒരു സാധനവും വേണ്ടി വരില്ല. പിടിച്ചു കഴിഞ്ഞിട്ട് സന്തോഷിക്കാമെങ്കിൽ ഇരുന്നോളൂ. എനിക്ക് ഈ വട്ടിമ്മണി ഇഷ്ടമായതുകൊണ്ട് പിടിച്ചതാണ്. അപ്പം അതുകൊണ്ട് വിവേകം വന്നാൽ വൈരാഗ്യം വരും. ആഗ്രഹങ്ങൾ പോകുന്നത് തൃപ്തിയിലാണ്. തർപ്പണം തൃപ്തിയെ ഉണ്ടാക്കും. ഓരോ കോശത്തിൻ്റെയും തർപ്പണം ചെയ്യും വിവേകം. അത് വളരെ രസകരമാണ്. ആശ്രമത്തിലൊക്കെ ഇതിനുള്ള തർപ്പണങ്ങളൊക്കെ ഉണ്ട്. ബ്രഹ്മചര്യാദി ദീക്ഷകളൊക്കെ കഴിഞ്ഞ്
ഇരിക്കപ്പിണ്ണം വെക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അതിന് പേരൊക്കെ കുറച്ചുകൂടെ മനോഹരമാണ്. ഞാനതിനെ ഒരു മലയാള പദത്തിൽ പറഞ്ഞതാണ്. വിരജാഹോമം എന്നൊക്കെ പറയും. വിരജ വിപാത്മാ ജ്യോതിരഹം എന്ന് പറഞ്ഞ് ജ്യോതിസൊഴിച്ചുള്ള എല്ലാത്തിനെയും വേർപെടുത്തി ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച് അതിനെ മുഴുവൻ ഇല്ലാതാക്കുമ്പോൾ ഒരുവൻ തൃപ്തിയിലേക്ക് ഉയരും. എ സ്റ്റേറ്റ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇങ്ങനെ ഒരെണ്ണം മനഃശാസ്ത്രത്തിൽ ചെറുതായി സൂചിപ്പിക്കുന്നുണ്ട്. അത് എന്താണെന്ന് പഠിപ്പിക്കുന്നവനും ചിന്തിക്കാറുണ്ടാവില്ല. പര്യാപ്തതയുടെ ലോകത്ത് മാനസികമായി എത്തിയാൽ ആഗ്രഹങ്ങൾ പിന്നെ ഇല്ല. ഇങ്ങനെ ജീവിച്ച വർണ്ണാശ്രമ ജീവിതത്തില് മര്യാദയ്ക്ക് ജീവിച്ച കാലത്ത് ഈ നാട്ടില് സംതൃപ്തനായിരുന്നു മനുഷ്യൻ. ഇന്ന് നിങ്ങൾ പരസ്പരം ഒന്ന് ബന്ധപ്പെട്ടു നോക്കി, എല്ലാവരും അതൃപ്തരാണ്. നിങ്ങളൊരു ഓതിക്കോനെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി കുട്ടിയുടെ ഉപനയനമോ ജാതകർമ്മമോ വിവാഹമോ സമാവർത്തനമോ അന്ത്യേഷ്ടിയോ ചെയ്യിച്ചു നോക്കി. പണ്ട് ഒന്നും കൊടുത്തില്ലെങ്കിലും അദ്ദേഹം തൃപ്തനായി ഇറങ്ങിപ്പോകും. ഇന്ന് നിങ്ങൾ എന്തു വാരി കൊടുത്താലും ആ മുഖത്ത് തൃപ്തിയുണ്ടാവും. പ്രഥമമല്ല ന്യായത്തിലാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഗതി അതാണെങ്കിൽ ഈ ലൗകിക കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരൊക്കെ എന്ത് തൃപ്തനാകാനാണ്? നിങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടൊരു പൈസ കൊടുത്തു നോക്കി, ഇതെല്ലാം അതൃപ്തിയുണ്ട് എന്ന് സമ്മതിക്കും. ആട്ടെ, നിങ്ങൾ തൃപ്തമാവുമോ? തന്നെ ഞങ്ങളുടെയൊക്കെ റേറ്റ് വളരെ കൂടുതലാണ്. ക്യാമ്പിനും മറ്റൊക്കെ വിളിക്കുമ്പോൾ 15 ലക്ഷം 16 ലക്ഷമൊക്കെയാണ്. ഇതും കഴിഞ്ഞ് ഞങ്ങൾ പെട്ടി വേറെയും വെക്കും. മനസ്സിലായില്ല? ആ സംഘാടകർ തരുന്ന സാധനം വേറെ, അത് കൂടാതെ പെട്ടി വേറെ വെക്കും. കാരണം ക്യാമ്പിനൊക്കെ എവിടെയൊക്കെയാണ് ക്ലോസ്ഡ് സർക്യൂട്ട് TV വെച്ചിരിക്കുന്നത്, അതിൻ്റെ മുമ്പിലൊക്കെ ആ ഇമേജിൻ്റെ മുമ്പിലും കൂടെ ഓരോ പെട്ടി വെക്കും. കാരണം നേരിട്ട് കണ്ട് കൊടുക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് ആ സ്ക്രീനിലെ കാലെ തൊട്ട് നമസ്കരിച്ചിടാൻ, ആ സ്ക്രീനിൽ വരുന്ന കാലിന് വരെ വിലയാണ്. ഞങ്ങളുടെ റേറ്റൊക്കെ ഇപ്പോൾ ഈയിടെ വളരെ കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ യൂണിയൻ കൂടി കൂട്ടിയതാണ്. അത് കുറഞ്ഞൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു തൃപ്തിയിൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും എണ്ണുമ്പോൾ ഞങ്ങൾ സെക്രട്ടറിയോട് ചോദിക്കും, എത്രയുണ്ടറാ? ഓ 10 ലക്ഷം ഉലുവ. ഇതാ ഞാൻ പറഞ്ഞ, ഈ നാട്ടിൽ വന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ കഴിഞ്ഞ മാസം അമേരിക്കയിലേക്ക് പോയി വന്നപ്പോൾ അവിടെ പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവിടെ വഴിയിലേക്ക് ഒന്നിങ്ങനെ കൈ കാണിച്ച്, ഓരോ വണ്ടിക്കും കൈ കാണിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് കിട്ടിയത് $3 ലക്ഷം. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയി റിട്ടേൺ ചെയ്യുന്നത്. മനസ്സിലായില്ല? അത്രയ്ക്ക് കാശായത്. തൃപ്തിയില്ല. കാരണം വിത്തം കൊണ്ട് മനുഷ്യൻ തൃപ്തനാവില്ല. ന വിത്തേന തർപ്പണീയോ മനുഷ്യ. എത്ര ഉണ്ടായാലും തൃപ്തി വരില്ല. കാരണം ഒരു +1 ചാൻസ് ഉണ്ട്. എണ്ണം എങ്ങനെ നിങ്ങൾ എണ്ണിയാലും ഉണ്ട്. പക്ഷെ വിവേകം വന്നാൽ പെട്ടെന്ന് തൃപ്തി വരും.
അതിന് ഈശ്വരാനുഗ്രഹം വേണം. അതിനായി ഹരിതോഷണം. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈത വാസന. അദ്വൈതത്തിലുള്ള വാസന പോലും ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. ഒരു പണി കൊണ്ടും കിട്ടില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ തൃപ്തി ഉണ്ടാവും, മതി. ഇത് മതി. അങ്ങനൊരു തൃപ്തി വരുമ്പോഴാണ് വിരാഗത വരുന്നത്. അങ്ങനെ തൃപ്തി വന്ന് വിരാഗത വന്ന് തൃപ്തി വരിക, തൃപ്തി വന്ന് വിരാഗത വരിക, രണ്ടായാലും അന്യോന്യം പൂരകമായത്. അങ്ങനെ വന്നാൽ ശമമുണ്ടാവും, ദമമുണ്ടാവും, ഉപരതിയുണ്ടാവും, തിദിക്ഷയുണ്ടാവും, ശാന്തിയുണ്ടാവും. ഇങ്ങനെയുള്ള 6 കാര്യങ്ങളുണ്ടാവും. ഇതിന് ശമാധി ഷഡ്ക സമ്പത്തി എന്ന് പറയും. ഇത് 4ഉം ഇത് 6ഉം ശമം ദമം ഉപരതി തുടങ്ങിയ 6ഉം വിവേകവും വൈരാഗ്യവും വന്നാൽ പിന്നെ മോചനത്തിന് ആഗ്രഹമുണ്ടാകും. മോക്തും ഇച്ഛ. ഇതിൽ നിന്നൊക്കെ ഒന്ന് മോചിക്കണം. നല്ല ക്രമമായ ഇത് വരുന്നത്. ഈ കളിയൊക്കെ മതി. നട്ടുവൻ അരങ്ങൊഴിയാറായിരിക്കുന്നു. എത്ര കാലമായി ഈ അരങ്ങത്ത് കിടന്നാടുന്നു. ഈ അരങ്ങൊന്ന് ഒഴിയണം. തൻ്റെ ലോകം വേറെയാണ്, തൻ്റെ ലോകം ഇതല്ല. അങ്ങനെയുള്ളൊരു ഇച്ഛ സംജാതമാവും. അതിന് മോക്തും ഇച്ഛ എന്ന് പറയും, മുമുക്ഷുത. പിന്നെ ഈ ലോകമൊക്കെ നാടകമാണ്. അതിലാണ് എന്നാൽ അതിലല്ല. ബി ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഇൻ ദ വേൾഡ് എന്നൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയും. ഇത്രയർത്ഥം വരില്ല. എന്ന് പറഞ്ഞാൽ ലോകം തന്നിലും താൻ ലോകത്തിലും സർവവ്യാപകമായി തൃപ്തനായി ഇരിക്കുന്നു. ഇതാണ് മോക്ഷത്തിൻ്റെ ഗരിമ. പരമപുരുഷാർത്ഥമായ മോക്ഷത്തിൻ്റെ ഗരിമ ഇതാണ്. ഇതിനുള്ള സാമഗ്രികളിൽ ഏറ്റവും ശ്രേഷ്ഠം ഭക്തിയാണ്. മോക്ഷകാരണ സാമഗ്രിയാണ്. ഭക്തിരേവ ഗരീയസി. വിവേക ചൂടാമണി ശങ്കരൻ. ശങ്കരൻ അവിടെ ഭക്തിയെ നിർവചിക്കുന്നുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി അറിഞ്ഞു വേണം ശങ്കരന്റെ ഭക്തിയെ കാണാൻ. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. സ്വരൂപാനുസന്ധാനമാണ് ഭക്തി. വിത്തം കൊണ്ട് ഇത് കിട്ടില്ല. അമൃതത്വം വിത്തം കൊണ്ട് കിട്ടില്ല. അമൃതത്വസ്യനാശാസ്തി എന്ന് ബൃഹദാരണ്യകത്തില് യാജ്ഞവൽക്യൻ. അമൃതത്വസ്യനാശാസ്തി വിത്തേനേത്യേവ ഹി ശ്രുതി എന്ന് വിവേക ചൂടാമണിയിൽ ശങ്കരൻ ബൃഹദാരണ്യം ഉദ്ധരിച്ചുകൊണ്ട് ബൃഹദാരണ്യകത്തില് രംഗപ്രവേശം ചെയ്യുന്ന യാജ്ഞവൽക്യൻ, ബൃഹദാരണ്യകം നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ്. ജനകരാജധാനിയെ ആധ്യാത്മിക നഭോമണ്ഡലത്തിലേക്ക്
എത്രയോ തവണ ഉയർത്തിയിട്ടുള്ള അഹൈതുക കൃപാസിന്ധുവായ യാജ്ഞവൽക്യൻ. അദ്ദേഹം ഒടുവിലെല്ലാം വിടാൻ തീരുമാനിച്ചു. യാജ്ഞവൽക്യന് 2 ഭാര്യമാര്, ഒന്ന് കാത്യായനി, ഒന്ന് മൈത്രേയി. ഗാർഗിയല്ല. ഗാർഗിയും യാജ്ഞവൽക്യനും തമ്മിൽ തെറ്റിദ്ധാരണ പലതും ഉണ്ടാകാൻ നിങ്ങളുടെ ആധുനിക കവികൾ ഒരുപാട് മരട്ട് വിദ്യകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗാർഗിയെ ഹരിജൻ സ്ത്രീയായും യാജ്ഞവൽക്യനെ ബ്രാഹ്മണനായും ഒക്കെ കവിതകളുണ്ട് കേരളത്തിൽ. സച്ചിദാനന്ദൻ്റെ ആണെന്ന് തോന്നുന്നു. അത് എഴുതാൻ പേനയില്ലാത്തതുകൊണ്ട് ഗാർഗി ഒരു ദിവസം തൻ്റെ കുടിലിൽ കരികൊണ്ട് ആണ് എഴുതിയത്. അത് മായ്ച്ചു കളയുക മാത്രമല്ല, നിന്റെ തല തെറിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും കൂടെ ചെയ്തു യാജ്ഞവൽക്യൻ എന്നാണ് വേറൊരു വിമൻസ് ലിബറേഷൻ നേതാവ് അടുത്ത കാലത്ത് റേഡിയോയിൽ പ്രസംഗിച്ചത്. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലായതുകൊണ്ട് പ്രസംഗിക്കാം, നല്ലതുമാണ്. ഇത് പ്രസംഗിച്ചതുകൊണ്ടൊന്നും ഈ സംസ്കൃതിക്കൊന്നും കോട്ടമൊന്നും സംഭവിക്കില്ല. അത് വേണ്ടവൻ പഠിക്കും, ഉൾക്കൊള്ളും, അവൻ അതിൻ്റെ അനുഭൂതിയിലെത്തും. അതുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചവരെയൊക്കെ ഉന്മൂലനം ചെയ്യണമെന്ന് അത് പഠിക്കുന്നവരാഗ്രഹിക്കുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ തമ്മിൽ ഉള്ള പണിയുമാണ്. അത് പഠിക്കുന്നവനുമായി ബന്ധമില്ല. പഠിക്കാത്തവന്മാർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കും. മനസ്സിലായില്ല? അത് അക്രി കച്ചവടക്കാർ സാധനം മേടിക്കാൻ പോകുന്ന പോലെയാണ്. ഒരുത്തൻ ചെന്ന് വില പറയും, വേറൊരുത്തൻ അതിന്മേൽ കയറ്റി പറയും, വഴക്കുണ്ടാക്കും. 2 പേർക്കും ഈ അക്രി അനുഭവിക്കാനുള്ളതല്ല. മനസ്സിലായില്ല? ആക്രി എന്ന് പറയും. ആക്രി എന്ന് കേട്ടിട്ടില്ല? നിങ്ങളുടെ പഴയ ഇരുമ്പും ചെമ്പും പിച്ചളയും ഒക്കെ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് ഒരുത്തം വന്നു. മനസ്സിലായില്ല? യൂനുസ് വന്നു. എന്താ മാഡം ഇതിന് വില തരേണ്ടത് എന്ന് ചോദിച്ചു. നിങ്ങൾ സാധനമൊക്കെ എടുത്തിട്ടു. നിങ്ങൾ പറഞ്ഞൊരു 1000 രൂപ. 1000 രൂപ ഈ പഴയ സാധനത്തിനൊക്കെ കൊടുക്കില്ല. ഒരു 25 രൂപ തന്നേക്കാം. ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പം അടുത്തവൻ വന്നു 30 രൂപ പറഞ്ഞു. ഇപ്പോൾ 2 പേരും കൂടെ വഴിയരികി കിടന്ന് വഴക്കുണ്ടാക്കുകയാണ്. എടാ, ഞാൻ 25 പറഞ്ഞതിന് നീ എന്തിന് 5 കൂട്ടി പറഞ്ഞു? അത് 25-ന് മേടിച്ചിട്ട് 5 ഞാൻ നിനക്ക് തരികയില്ലായിരുന്നോ? ഇത്രയ്ക്ക് വേണമായിരുന്നെങ്കിൽ നമുക്ക് 2 പേർ കൂടെ പങ്കിടാമായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി മേലാൽ നീ പണി കാണിക്കരുതെന്ന് പറഞ്ഞ് 2 പേരോട് വഴക്കുണ്ടാക്കുകയും നമ്മുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുകയും നമ്മൾ മാറുമ്പോഴേക്ക് ഒത്തുകൂടുകയും ചെയ്യുന്ന പണി അവർക്ക് 2 പേർക്കും ഈ ഇരുമ്പ് പുഴുങ്ങി തിന്നേണ്ടതുകൊണ്ടല്ല. മനസ്സിലായില്ല? ഇതിൻ്റെ കച്ചവടക്കണ്ണ് നല്ലപോലെ അറിയാവുന്നു. അതുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ അനുകൂലികളും പ്രതികൂലികളുമായവർ തെരുവിൽ ഏറ്റുമുട്ടുന്നത് 2 പേർക്കും സനാതനധർമ്മം അറിയുന്നത് കൊണ്ടല്ല. 2 പേർക്കും ഇത് അനുകൂലിച്ചും പ്രതികൂലിച്ചും കച്ചവടം ചെയ്ത് ബാക്കി ഞാൻ പറയണ്ട, ഇനി നിങ്ങൾ പറഞ്ഞാൽ. ഇതിനോട് ഒരു പ്രതിബദ്ധതയും ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് ആ തമ്മിത്തല്ലൊന്നും ഇതുമായി ബന്ധമുള്ളതല്ല. അതൊക്കെ തെരുവിലുള്ളതാണ്. അതിനൊക്കെ ഉത്തരം തെരുവിൻ്റെ സന്തതികൾക്ക് പറയാനും അറിയില്ല. ഇത് വേണമെങ്കിൽ തറവാട്ടിനകത്ത് കയറണം. ഇത് പുറത്ത് കിടന്ന് കളിച്ചാലൊന്നും കിട്ടൂല. തറവാട്ടിനകത്ത് കയറിയാലും ഇതിരിക്കുന്നത് വളരെ ഉള്ളിലാണ്. ഇത് പുറത്തൊന്നും എടുത്തു വെക്കുകയല്ല. മനസ്സിലായില്ല? തറവാടിൻ്റെ ശരിയായ സാധനമൊക്കെ ഇരിക്കുന്നത് നിലവറയ്ക്കകത്ത് അണ്ടർഗ്രൗണ്ടിൽ, പുറത്തല്ല. പുറത്ത് വെച്ചിരിക്കുന്നതൊക്കെ പറ്റിക്കാനുള്ളതാണ്. മനസ്സിലായില്ല? അകത്തോട്ട് കയറണമെങ്കിൽ കാല് കഴുകി കുളിച്ച് ശുദ്ധമായി ഭസ്മാദികൾ ധരിച്ച് വളരെ വിനയപുരസ്സരം കയറിയില്ലെങ്കിൽ അതിന് കാവലിരിക്കുന്നത് നാഗങ്ങളാണ്. മനസ്സിലായില്ല? അവനൊന്ന് ചീറ്റിയാൽ മതി, പണി തീരും. അത് ചീറ്റുകയല്ല, കൊത്തു. അതുകൊണ്ട് ഇതിനകത്ത് കയറണമെങ്കിൽ വെറുതെ കയറിയാൽ പോരാ.
നല്ല തപസ്സുമായി കയറണം നിലവറയ്ക്കകത്തേക്ക്. ആത്മപ്രകാശം അല്ലാതെ വേറൊരു വെളിച്ചവും ഇല്ല. അതുകൊണ്ട് ഇതിനകത്ത് കയറിയെടുക്കാൻ അത്ര ധിഷണയുണ്ടെങ്കിലേ പറ്റൂ. അത് ഉണ്ടാവുമ്പോൾ കയറിയാൽ മതി. അതിനു മുമ്പേ കാണുന്നതെല്ലാം നിലവറയാണെന്ന് ധരിച്ച് കണ്ടലോകങ്ങളിൽ ഒന്നും പോയി വീഴണ്ട. മനസ്സിലാവുമോയെന്നറിയില്ല. അതായത് ഇതിൻ്റെ വ്യത്യാസം ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ശങ്കയുണ്ട്. എന്നാലും ഇത്രയും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഉണ്ടെങ്കിലേ അത് ശരിയാവും. പിന്നെ ഇത് മതിലിന് പുറത്തു നിന്ന് ആ വീടുണ്ട്, വീടിനകത്തൊരു നിലവറയുണ്ട് എന്നൊക്കെ ആരോ പറഞ്ഞു കേട്ട് പറയല്ലേ. അതിനകത്ത് നീ കയറി നോക്കിക്കഴിഞ്ഞാൽ വലംപിരിശൻ കൊണ്ട് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഉടനെ നാഗമാണിക്യമുണ്ട് എന്നൊക്കെ ചിലർ പറയല്ലേ. ചിലർ അതിനെ ഭാവന ചെയ്തിട്ട് ഞാൻ കണ്ട പോലെ എനിക്കൊരു തോന്നലുണ്ട്. മനസ്സിലായില്ല. 4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കണ്ടതാണ് അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയില്ല. ഇങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. മറിച്ചതിൻ്റെ അനുഭൂതിയിലേക്ക് എത്തണമെങ്കിൽ ആ തറവാട്ടി പിറക്കണം, അതിൻ്റെ ചുമതലക്കാരനായി ജനിക്കണം, അതിനകത്ത് മര്യാദയ്ക്ക് കയറിപ്പോണം. അതുകൊണ്ടാണ് സ്വവർണാശ്രമ ധർമ്മേണ തപസ ഹരിതോഷണാത്. അല്ല ചുമ്മാ ഒന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ ഈ 6 എണ്ണം ഉണ്ടാവും. അതിൻ്റെ കൂടെ മറ്റും കൂടെ ചേർന്ന് ആകെ 4 എണ്ണം ഉണ്ടാവും. മനസ്സിലായില്ല. 6ഉം 3ഉം കൂടെ ചേർന്നാൽ 9 നിങ്ങളുടെ കണക്കിന്. പക്ഷെ ഇവിടെ അത് 6ഉം 3ഉം കൂടെ ചേർന്ന് 4. കാരണം സമാധി ഷഡ്ക സമ്പത്തി ഒന്നിച്ചു വരുന്നതാണ്. അതുകൊണ്ട് വിവേകം, വൈരാഗ്യം, സമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. ആ മുമുക്ഷുത്വത്തിന് ഏറ്റവും ഉത്തമമായത് ഭക്തിയാണ്, സ്വസ്വരൂപാനുസന്ധാനമാണ്. അത് വിത്തം കൊണ്ടുണ്ടാവില്ല. യാജ്ഞവൽക്യൻ അതാ പറഞ്ഞത്. അത് വ്യാഖ്യാനിക്കുന്നവരെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് കറങ്ങിയത്, മറന്നുപോകണ്ട. അപ്പൊ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്നതാണ്. മൈത്രേയി എന്ന് ചോദിച്ചു, മൈത്രേയിയെ വിളിച്ചു, കാത്യായനിയെ വിളിച്ചു, പറഞ്ഞു മൈത്രേയി നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ നിർത്താൻ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ബന്ധമുണ്ട്, നിങ്ങൾ സപത്നികളാണ്. നിങ്ങൾക്ക് ബന്ധം തുടങ്ങിയത് എന്നോട് ചേർന്നിട്ടാണ്. എൻ്റെ ഭാര്യമാരെന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ബന്ധമുണ്ട്. ഞാൻ ഈ ലൗകികമെല്ലാം പങ്കുവെച്ച് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തീരും. അതുകൊണ്ട് അത് തീർക്കാൻ വേണ്ടി ഞാനിതെല്ലാം പങ്കുവെച്ച് തന്ന് ഞാൻ വിടുകയാണ്. അപ്പോൾ മൈത്രേയി ഒരു ചോദ്യം ചോദിച്ചു, അങ്ങീ തരുന്ന സാധനം കൊണ്ട് അമൃതത്വം ഉണ്ടാകും? ഇത്രയും ചോദിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകളൊക്കെ ഒരുമാതിരി സന്തോഷമായിട്ട് ജീവിച്ചാൽ. ഇത് ചോദിക്കാൻ കുറച്ച് വിഷമമാണ്. അതിനിപ്പോൾ ഉള്ള പഠിപ്പ് പോരാ. എനിക്ക് അമൃതത്വം ഉണ്ടാകുമോ നിങ്ങൾ ഈ തരുന്നതൊക്കെ കിട്ടിയാൽ? ഏറ്റവും കൂടിയത് അതാണ്. അത് കിട്ടുമോ? യാജ്ഞവൽക്യൻ സത്യസന്ധനായതുകൊണ്ട് പറഞ്ഞു, അതിനുള്ള ആശ പോലും കിട്ടുക. അമൃതത്വം പോട്ടെ, അതിനുള്ള ആഗ്രഹം ഉണ്ടാകാൻ പോലും ഈ വിത്തം പ്രയോജനപ്പെടില്ല. കാരണം വിത്തം കയ്യിലോട്ട് വന്നാൽ മോചനത്തിനുള്ള ആഗ്രഹം പോകും, ബന്ധിക്കും. അതുകൊണ്ട് നിന്നെ ബന്ധിക്കുന്നതാണ് വിത്തം. ആരെങ്കിലും ബന്ധിക്കണമെങ്കിൽ കുറേശ്ശെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് കൂട്ടി വെച്ചൊക്കെ കൂടെ ചേർത്ത് എവിടെയാ വില കുറച്ചൊരു 10 സെന്റ് സ്ഥലം കിട്ടുന്നതെന്ന് ചിന്തിക്കാം. 10 സെന്റ് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല.
കമ്മിറ്റിക്കാരൊക്കെ വരുമ്പോഴേക്ക് നമുക്കൊന്ന് താമസിക്കാനൊരു സൗകര്യം വേണ്ടെന്നാവും. എത്ര കാലമായി ഇങ്ങനെ മനോരമയിലും മാതൃഭൂമിയിലും കിടന്നുറങ്ങുക? മനസ്സിലായില്ല. ഞങ്ങളൊക്കെ ഉറങ്ങുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് നിങ്ങളൊക്കെ കയറ്റി കിടത്തിയില്ലെങ്കിലും മനോരമയും മാതൃഭൂമിയും ഒന്നും ഞങ്ങളെ ഇറക്കി വിടത്തില്ല. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു മനോരമയോ മാതൃഭൂമിയോ മേടിച്ച് ആ കടത്തിണ്ണയിലേക്ക് വിരിച്ചിട്ട് ഒറ്റ കിടം, വീണടം വിഷ്ണുലോകം. നിങ്ങളെ കൂട്ട് കഥകടച്ചോ കുറ്റിയിട്ടോ, കുറ്റിയിട്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഉറപ്പ് പോരാ, മേശ വലിച്ചു വെച്ചോ, അതിൻ്റെ പൊക്കത്തിലൊരു തലയിണയും കൂടെ എടുത്തു വെച്ചോ, കള്ളൻ തള്ളി തുറക്കാതിരിക്കാൻ. ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, ഒന്നും പേടിക്കാൻ. പരമാനന്ദ സുഖം. നിങ്ങളൊക്കെ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയുന്നത് ഈ ക്ലാസ് എടുക്കുമ്പോഴാണ്. നിങ്ങളാകെ ഉറങ്ങുന്നത്. ഇവിടുന്ന് നിങ്ങളുടെ ഒന്നും കള്ളൻ കൊണ്ടുപോകില്ല, ഞാനിവിടെ വളരെ നോക്കിയിരിപ്പുണ്ട് എന്ന് എന്നെ വിശ്വസിച്ചാണ് നിങ്ങൾ ഉറങ്ങുന്നത്. ആകെ നിങ്ങൾ വരുന്നത് നന്നായെന്ന് ഉറങ്ങാൻ. വീട്ടിലാണെങ്കിൽ ഭാര്യയെ വിശ്വസിക്കാൻ പറ്റില്ല, പിള്ളേരെ വിശ്വസിക്കാൻ പറ്റില്ല, ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റില്ല, നാട്ടുകാരെ വിശ്വസിക്കാൻ പറ്റില്ല, കിടന്നൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ ഇരുന്നും ഉറങ്ങാം, നിന്നും ഉറങ്ങാം. കാരണം സ്വാമി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മളെ എടുത്തുകൊണ്ട് പോകില്ല. അതുകൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ച് ഞാനൊന്ന് ഉറങ്ങുക കേട്ടോ സ്വാമിജി. അതിനാണ് ഈ 3 ദിവസത്തെ ക്യാമ്പിന് വന്നിരിക്കുന്നത്. കുറേ കാലത്തെ ഉറക്കം ഇങ്ങനെ കിടക്കുകയാണ്. ശരിയുണ്ടോ? എന്നെ ഇങ്ങനെ കാണിക്കുകയാണ്, പറയരുതെന്ന്. ഗാന്ധിയുടെ ഗേറ്റിലുള്ള പാർട്ടിയുടെ കൊണ്ട് പറയരുതെന്നല്ലേ? ആണോ? അപ്പൊ അതുകൊണ്ട് വിത്തം കൊണ്ട് തൃപ്തനാക്കാനാവില്ല. ന വിത്തേന തർപ്പണീയോ മനുഷ്യ അമൃതത്വസ്യ നാശാസ്തി. അമൃതത്വത്തിനുള്ള ആശ പോലും തരില്ല. കർമ്മങ്ങൾ കൊണ്ടും ഉണ്ടാവില്ല. ന കർമ്മണ ന പ്രജയ, പിള്ളേരെ കൊണ്ടും കിട്ടില്ല. ധനേന, ധനം കൊണ്ടുമില്ല. ത്യാഗേനൈകേ അമൃതത്വമാനശു. അനിത്യവും അസുഖവുമായ ഈ ലോകത്തിന്റെ ത്യാഗം ഒന്നുകൊണ്ടു മാത്രമേ മോചനമുണ്ട്. വാസനകളെ ആദ്യം നോക്കണം. എൻ്റെ വാസനാജാലങ്ങൾ ചിന്തയായി പെരുകുന്നത്, ഭാവപ്രത്യയങ്ങൾ. 2, അവ എങ്ങനെ ഇച്ഛകളായി രൂപാന്തരപ്പെടുന്നു, ആ ഇച്ഛകൾ എങ്ങനെ ബന്ധനമായിത്തീരുന്നു, വിട്ടുപോകാതിരിക്കുന്നു. ഇച്ഛിച്ച് വിട്ടുപോകും. കുറെ ഈ ലോകത്തൂടെ എല്ലാം സഞ്ചരിക്കുകയാണ്. ഈ ലോകത്തിലൂടെ എങ്ങനെയാണ് എൻ്റെ ഇച്ഛയെന്നറിയുന്നതിന് ലോകത്തൂടെ സഞ്ചരിച്ചു പോകണം. എത്ര ഈ ലോകം വന്ന് എന്നിലേക്ക് കയറുന്നുവെന്ന്, എത്ര ഈ ലോകം എന്നെ വലിച്ചുകൊണ്ട് പോകുന്നുവെന്ന്. എൻ്റെ ഇന്ദ്രിയങ്ങൾ ആ ലോകത്തെ വലിച്ചു കൊണ്ടുവന്ന് എൻ്റെ ഉള്ളിലേക്ക് അടിപ്പിക്കുന്നത് എത്ര. ആ ലോകങ്ങൾ എൻ്റെ ഇന്ദ്രിയങ്ങളെയും വലിച്ചു കൊണ്ടുപോകുന്നത് എത്ര. ആ ഇന്ദ്രിയങ്ങൾ ലോകങ്ങളാൽ വലിക്കപ്പെട്ടു പോകുമ്പോൾ എൻ്റെ മനസ്സിനെ സഭാമധ്യത്തിൽ നിന്ന് പോലും ആ ഇന്ദ്രിയം ഹരിച്ചു കൊണ്ടുപോകുന്നത് എത്ര.
കള്ളനല്ല, കൊള്ളക്കാരനെ പോലെ. മുമ്പ് തസ്കരനെ ഉപമ പറഞ്ഞത്, ഇവിടെ കൊള്ളക്കാരനെ പോലെ. അത് നോക്കിയിരിക്കുക. അപ്പോഴാണ് മനസ്സിലാവുക, എനിക്ക് തൃപ്തി വന്നിട്ടില്ല, ഇനിയും എന്തൊക്കെയുണ്ട്, ഇനി എത്ര നാടകങ്ങളുടെ ബാക്കി രംഗങ്ങളുണ്ട്, എത്ര ആടാനുണ്ട് എന്നാണ് ഇവയ്ക്കൊരറുതി വരിക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് വലിച്ചെറിയാൻ തോന്നും. വാസവ ഭട്ടാചാര്യൻ, കേട്ടിട്ടുണ്ടോ ഈ പേരെന്നറിയില്ല, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. കോടാനുകോടി ഉണ്ടാക്കിയ ഒരു ബ്രാഹ്മണനാണ്, ബ്രാഹ്മണ്യം നശിപ്പിച്ചുണ്ടാക്കിയവനാണ്. സ്വന്തം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് പരധർമ്മം ചെയ്ത് പണമുണ്ടാക്കിയ ഒരുവനാണ് വാസവ ഭട്ടാചാര്യൻ. ഇത്രയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയതിനോടല്ല താല്പര്യം, ഇല്ലാത്തതിനോടാണ് താല്പര്യം. അപ്രാപ്തത്തിൻ്റെ പ്രാപ്തത്തിനാണ് ആഗ്രഹം. ആദ്യം പണം ഉണ്ടാക്കാനുള്ളൂ, അത് വിത്തേഷണയാണ്. അതോടൊപ്പം തന്നെ വരുന്ന ഒരു ഏഷണയാണ് ധാരേഷണ. ഇതൊക്കെ സൂക്ഷിക്കാനും വളർത്താനും നാളെ ഉണ്ടാക്കാനും ഒക്കെ ഒരു കുഞ്ഞിക്കാല് വേണം. മനസ്സിലായില്ല? ഞാൻ ഉണ്ടാക്കിയതൊക്കെ കൃത്യമായി ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരുത്തനെ പരമ്പരയിൽ വേണം. ഇത് ഗൃഹസ്ഥനും സന്യാസിയും ഒക്കെ ആഗ്രഹിക്കും. ഗൃഹസ്ഥൻ മാത്രമൊന്നുമല്ല, ഗൃഹസ്ഥൻ ആഗ്രഹിച്ച് ഗംഭീരമായിട്ട് ഒരുപാട് പൂജകളും ഹവനങ്ങളും വഴിപാടുകളും ഒക്കെ നടത്തും. കാരണം ഇതൊക്കെ നോക്കാൻ ഒരുത്തനെ. പക്ഷെ ഗതികേട് എന്താ വെച്ചാൽ ഇതെല്ലാം നോക്കി ഉണ്ടാക്കി മകനങ്ങ് എഴുതി കൊടുത്ത് കഴിയുമ്പോഴേ അച്ഛനെയും അമ്മയും പള്ളിക്ക് പിടിച്ച് ഇറക്കി വിട്ടിട്ട് ഇവനിത് വിൽക്കും. മനസ്സിലാവില്ല. ഇവൻ്റെ ലോകേഷണ അല്ല, വിത്തേഷണയും ധാരേഷണയും തകരുന്ന രംഗമാണ്. എന്തൊക്കെയാണോ സങ്കല്പം അത് മുഴുവൻ തകരുന്നതാകും കാണുന്നത്. ശരിയാണോ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ തറവാടും പറ്റും ഉള്ളതിങ്ങ അന്നേരം. ഞങ്ങൾക്ക് ഇവിടെയെങ്കിലും താല്പര്യമൊന്നുമില്ല, ഞാനങ്ങ് ബിലായിലല്ലയോ, ഞങ്ങളിപ്പോൾ അമേരിക്കയിലാണ്, ഇംഗ്ലണ്ടിലാണ്. ഈ വയസ്സനെയും വയസ്സിനെയും നോക്കി ഇവിടുത്തെ മണ്ണും നോക്കിയിരിക്കാനൊന്നും നേരെയില്ല. ഉള്ളത് കൊടുക്കുക. പല പ്രാവശ്യം അച്ഛനോടും അമ്മയോടും പറഞ്ഞു വിറ്റിട്ട് അങ്ങ് പോരാൻ. കെട്ടിപ്പിടിച്ച് കിടക്കുകയല്ലേ. അപ്പോഴാണ് പുതിയ മാനേജ്മെൻറ്റ് ഗുരുക്കന്മാർ, ഞങ്ങൾ സ്വാമിമാരൊക്കെ വരുന്നത്. ഞങ്ങളും പറയും അതാണ് കാലത്തിനൊത്ത പരിപാടി. ഞാൻ ആളെയൊക്കെ ഏർപ്പാട് ചെയ്തു തരാം. കുറച്ച് കഴിഞ്ഞ് പറയും അല്ലെങ്കിൽ എന്തിനാ വയ്ക്കുന്നത്, ചില്ലറ ഞാനങ്ങ് നിന്നാൽ പോരെ, നമുക്കിവിടെ ഒരു ആശ്രമം തന്നെ ഉറങ്ങില്ല, നിങ്ങൾ ഇടയ്ക്ക് വരുമ്പോഴാവുകയും ചെയ്യും. ശരിയല്ല? ഇങ്ങനെയൊക്കെയാണോ പരിപാടി? ഞാനാണേ ഇങ്ങനെയാ ചെയ്യുക. നിങ്ങൾ കാണുന്ന ലോകം എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഇതെല്ലാം താറുമാറാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വിത്തം കൊണ്ട് ഒരു സമാധാനവും കിട്ടില്ല. കിട്ടുമെന്നൊക്കെയാ പഠിപ്പിക്കുന്നത്. അതിലൊക്കെ രസം ഈ വിത്തം പലപ്പോഴും ആരും അറിയാതെ വേണം സമ്പാദിക്കാൻ. ആരും അറിയാതെ സമ്പാദിച്ചാലോ ആരും അറിയാതെ വേണം വിനിയോഗം. പണത്തിന്റെ വിനിയോഗത്തിന് 2 മാർഗങ്ങളുണ്ട്. ലോകത്തെ ധനവിനിയോഗത്തിന്റെ രംഗം ഒന്ന് പരസ്യം. പരസ്യത്തിൽ വിനിയോഗിക്കണമെങ്കിൽ സാമുദായിക സാമൂഹ്യ നിയമങ്ങളെ മുഴുവൻ അനുസരിക്കണം. ഏതൊരു രൂപ ഒരുവൻ അധ്വാനിച്ചുണ്ടാക്കിയാലും അവന് ജീവിക്കാനുള്ളതിന് ഇന്നത്തെ വ്യവസ്ഥാപിതമായ രീതിയിൽ സങ്കല്പിക്കുന്ന ഒരു തുകയ്ക്ക് മുകളിൽ നിശ്ചയമായും അവൻ
1/3 കൊടുക്കണം. 1/3 കൊടുക്കണം. Am I right? 30%. ശരിയാണോ? 30% കൊടുക്കണം. നമ്മളീ കാണുന്ന പരസ്യവും പടകവും അടിക്കുന്ന ത്യാഗത്തിലൊന്നും 1% പോലും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനാണ് നിങ്ങളുടെ രാജ്യം സത്യസന്ധമായി അങ്ങോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വലിയ വിദ്യാഭ്യാസ മേഖല തുറന്നിരിക്കുന്നത്. എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന് നിയമങ്ങളെ മറികടക്കുമാറ് കണക്കുകൂട്ടുന്ന ധിഷണാവൈഭവമുള്ളവർ. റൈറ്റ്? പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയൊക്കെ ഇത് കൊടുക്കാതിരിക്കാം. നിയമത്തിന് കൊടുക്കാതിരുന്നാലും ഇത് സൂക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? അതിനാണ് നിങ്ങളുടെ നാട്ടിൽ സ്വകാര്യ ബാങ്കുകളുണ്ടായത്. ഇപ്പൊ പൊതുമേഖലയിലും അങ്ങനെ തുടങ്ങിയോ എന്ന് സംശയമുണ്ട്. നമ്പർ 2 അക്കൗണ്ട്സ് പൊതുമേഖലയിലും ഉണ്ട്. അതാണ് രസം. ഗവൺമെന്റ് ഉടമയിൽ, ഗവൺമെന്റിന്റെ ബാങ്കിൽ ഗവൺമെന്റ് അറിയാതെ പണം വെക്കുന്ന ഒരു അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് നോൺ ആസ് നമ്പർ 2 അക്കൗണ്ട്. മുമ്പൊക്കെ നമ്പർ 2 അക്കൗണ്ടൊക്കെ വീട്ടിലെവിടെയെങ്കിലും കെട്ടി വെക്കണം. മനസ്സിലായില്ല? മിടുക്കന്മാരായ പിള്ളേർ ചിലപ്പോൾ അടിച്ചുകൊണ്ട് പോകും. പഴയ കാലത്ത് ഈ 5ഉം 10ഉം കിട്ടിയാൽ അമ്മയും അച്ഛനും ഒക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവതമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാലിക്കായ്ക്ക് അടിയിൽ ഏറ്റവും വലിയ നോട്ടാക്കും ചില്ലറ കൊടുത്തിട്ട്. മനസ്സിലായില്ല? 1000 ഒക്കെ ആകുമ്പം വലിയ കുഴപ്പമില്ല. 2 or 3 എണ്ണം ആ കാലിക്കോയുടെ ഉള്ളിലേക്ക് കയറ്റി വരും. ഭാഗവതം എന്നും നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടെ ആരുടെയും കണ്ണെത്തുകയില്ല. ടാക്സുകാരനും വരികയില്ല, പിള്ളേരും വരികയില്ല, ഒന്നും വരില്ല. ഭാഗവതം ആകുമ്പോൾ സുരക്ഷിതം. മനസ്സിലായില്ല? പക്ഷേ ഗതികേട് പറ്റുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് വെച്ചിരിക്കുമ്പോൾ അച്ഛനോ അമ്മയോ അങ്ങ് ചത്തുപോകും. ചത്തുപോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഈ ഭാഗവതം വേണ്ട. അപ്പോഴാണ് ഈ പഴയ പേപ്പർ മേടിക്കാമെന്നോ വരുന്നത്. അവൻ ഈ പുസ്തകം എല്ലാം കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ കാലിക്കോയുടെ അവിടെ എന്തോ തടയുന്നു. പിന്നെ മുമ്പ് അവൻ്റെ പൂർവ്വജന്മം മുതൽ ഈ കാലിക്കോയിൽ നിന്ന് എടുത്തുള്ള പരിചയം കാരണം കൃത്യം അവൻ്റെ കണ്ണിയെല്ലും, മക്കളുടെ ചെന്നില്ലെങ്കിലും. ഇനി നിങ്ങൾ തപ്പും കാലിക്കോ മുഴുവൻ. അവനത് പെറുക്കിയെടുക്കുമ്പോൾ തന്നെ ചിലപ്പം എല്ലാ പുസ്തകത്തിൻ്റെയും കൂടെ തപ്പുമ്പോൾ 1.5 ലക്ഷം രൂപ ഉണ്ടാവും. അതിശയോക്തി പറയുകയാണെന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയിലും കണ്ടിട്ട് വന്നതാ, അതുകൊണ്ട് പറഞ്ഞതാ, നുണയൊന്നും പറഞ്ഞതല്ല. ജീവപാത്രങ്ങളിൽ നിന്ന് പറഞ്ഞതാ. അപ്പോഴാ ചെറിയൊരു തമാശ തോന്നി. പഴയ പുസ്തകം കുറച്ച് മേടിച്ചത് ചുമ്മാ ഒന്ന് മറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. മറിച്ച് നോക്കിയപ്പോൾ അതിനകത്തും ഇരിക്കുന്നു 10-15,000 രൂപ. കാരണം ഈ പുസ്തകത്തിലും അവിടെ ഇവിടെയൊക്കെ വെക്കും. വെച്ചവൻ വെച്ചടം മറന്നു പോകും. പെട്ടെന്ന് വെച്ചതാ. കാരണം എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ കയറി വരുന്നത്. അപ്പോൾ ഏതെങ്കിലും അകത്തേക്ക് വെച്ച് മടക്കി അവിടെ വെച്ചു. പിന്നെ വേറെ ഓരോ കാര്യത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്ക് ഇത് മറന്നുപോയി. ഇവൻ്റെ അല്ല എന്നുള്ളതാണ്. ഇത് അനുഭവിക്കാനുള്ളവൻ കൃത്യമായി അനുഭവിച്ച് പുട്ടടിക്കും. മനസ്സിലായില്ല? ധാനേ മേലി ഘാനെ വാലേക്കാനാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു പോവാം. അതെൻ്റെ ആയിരുന്നു, എൻ്റെ അപ്പൂപ്പൻ്റെ ആയിരുന്നു എന്നൊക്കെ പറയാം. അനുഭവിക്കാൻ യോഗമുള്ളവൻ പരമ്പരയിൽ ജനിക്കുന്നത് എവിടെയാണ്, ഏത് നാട്ടിലാണെന്നൊരു നിശ്ചയമില്ല. അതുകൊണ്ട് ധനത്തിന്
വലിയ കളിയുണ്ട്. ലക്ഷ്മി അനപഗാമിനിയാണ്. അവള് പിടിക്കുന്ന വഴിക്കൊന്നും വരൂല. ആരുടെ പുറകെയും പോകുന്നവളുമാണ്. മനസ്സിലായില്ല? ഒരു മര്യാദയില്ലാത്തവള്. എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? എത്ര കാലം സേവിച്ചതാ, എത്ര കാലം കാല് തിരുമ്മിയതാ, എത്ര കാലം കൊണ്ടു കിടന്നതാ. ഇവൾ ഒരു മര്യാദ എന്നോട് കാണിക്കണ്ടേ? കാണിക്കുകയില്ല. അതുകൊണ്ട് ലക്ഷ്മിയെ പൂജിക്കാൻ പോകരുത്. നിങ്ങൾ രോഗമൊക്കെ ആയി കിടക്കുമ്പോഴായിരിക്കും അവൾ ഇറങ്ങി ഒരു പോക്ക് പോകുന്നത് നല്ല ആരോഗ്യമുള്ളവൻ്റെ കൂടെ. മനസ്സിലായില്ല? നിങ്ങൾ ചോദിച്ചും കുരച്ചും അവിടെ കിടക്കും. അതുകൊണ്ട് അവളെ വിശ്വസിച്ച് ജീവിക്കുന്നവനൊന്നും ജീവിക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് സമ്മതമാകുമോന്നറിയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് സമ്മതമാകുമോന്നറിയില്ല. ലോകത്ത് ഇത്രയും കുലടയായിട്ടുള്ള ഒരുവൾ, ലക്ഷ്മിയെ പോലെ വേറൊരു വഴി. അവൾ ഇന്ന് വരെ പ്രസാദിച്ചവനൊക്കെ കുത്തുവാള എടുത്തിട്ടുണ്ട്. ലക്ഷ്മിയെ പൂജിച്ച് പ്രസാദിപ്പിച്ച് അവള് പ്രസാദിച്ചോ, നിങ്ങളുടെ പണി തീർന്ന് കിട്ടിയിട്ട്. അതുകൊണ്ട് പൂജിക്കാൻ ത്രാണിയുള്ളപ്പോൾ സരസ്വതിയെ പൂജിക്കാം. ലക്ഷ്മി വന്നു കഴിയുമ്പോൾ ആഗ്രഹിക്കും സരസ്വതിയെ പൂജിക്കാമെന്ന്. കിട്ടില്ല. അതായത് ഇതിൻ്റെ വിഷമം. അതുകൊണ്ട് ന വിത്തേന തർപ്പണീയോ മനുഷ്യ. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞവൻ അതുകൊണ്ട് ഒന്നുകിൽ നമ്പർ 2 ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. ആരും അറിയണ്ടെന്ന് പറഞ്ഞൊരു ബിനാമി. നമ്മുടെ രാജ്യത്തെ വലിയ വലിയ ആളുകളൊക്കെ ബിനാമിയെ ദയിപ്പിക്കുന്നത്. നമ്മളീ പെട്ടെന്ന് എഴുന്നേറ്റ് വരുന്നവരൊക്കെ ബിനാമികളാണ്. മനസ്സിലായില്ല? പക്ഷെ ഗതികേട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതൊക്കെ ഒന്ന് ഉറച്ചു കിട്ടിയാൽ പിന്നെ ബിനാമി മറ്റവനെ അറിയില്ല. ഒട്ട് പറയാനും പറ്റില്ല ആരോടും. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അധികാരമൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഒന്ന് വരട്ടാം വേറെ ഏതെങ്കിലും കാര്യത്തിന്. അതും കൂടെ പോയി കിട്ടിയാലോ പിന്നെ അതിൻ്റെ രക്ഷയില്ല. അതുകൊണ്ട് ലക്ഷ്മി ഇറങ്ങിപ്പോകുന്ന പോക്കിനൊന്നും ഒരു കണക്കുമില്ല. അതുകൊണ്ട് വിത്തത്തെ പിടിച്ചാൽ അമൃതത്വം കിട്ടില്ല. അപ്പൊ ധാരേഷണയും പറ്റില്ല. വിത്തുണ്ടായി ധാരേഷണയും വിത്തേഷണയും കുഴഞ്ഞു മറിയുമ്പോൾ ലോകേഷണയുണ്ടാവും. 4 പേരറിയണം. അപ്പോഴാണ് ഒരു ബൾബ് വാങ്ങിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ല? ശരി, ആശ്രമത്തിന് എൻ്റെ വക ഒരു ബൾബ്, അതിൻ്റെ കവറയിൽ ഒരു പേരങ്ങ് എഴുതി വെക്കും. മനസ്സിലായില്ല? ഈ ട്യൂബ് സംഭാവന ചെയ്തത് നിർമ്മലാനന്ദഗിരിയാണ്. മനസ്സിലായില്ല? എല്ലാവരും വായിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ വായിക്കുന്നവന് പുച്ഛമാകുന്നു. ഈ എഴുതി വെച്ചതൊക്കെ കാണുമ്പോൾ അത് ചില വിദ്യന്മാർ എഴുതിയിരിക്കുന്നത് വളരെ രസകരമാണ്. വലിയ പലകത്തേലാണ് എഴുതി വെച്ചിരിക്കുക. തട്ടുംപുറത്തിട്ടിയാദിയുടെ മകൻ രാമകൃഷ്ണൻ, അവൻ്റെ അമ്മ കല്യാണിയുടെ ഓർമ്മയ്ക്ക് സംഭാവന ചെയ്തത് കല്യാണിയുടെ മകൾ മീനാക്ഷി ഉദ്ഘാടനം ചെയ്തത്. മനസ്സിലായില്ല? എഴുതുമ്പോൾ നിങ്ങളിങ്ങനെ എഴുതണേ. അപ്പൊ എല്ലാവരും ആയി അമരത്വത്തിൽ. എല്ലാവരുടെയും പേരായി. ഇങ്ങനെയൊക്കെ എഴുതി. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇത് ഈ ധനം കൂടുമ്പോൾ ലോകേഷണ വരും. ഒന്നും നിലനിൽക്കില്ല. യശസ് എന്ന് പറയുന്ന ഒന്ന് നിലനിൽക്കുന്നത് പൂർണ്ണമായും നിങ്ങൾ ഏത് അറിവിനെ പിൻപറ്റിയാണ് ജീവിച്ചത് എന്നത് മാത്രമാണ്. അറിവ് മാത്രമാണ് അനന്തമായി നിലനിൽക്കുന്നത്. അതിന് മരണമില്ല.
അതുകൊണ്ട് അമൃതത്വം വേണമെങ്കിൽ സ്വസ്വരൂപാനുസന്ധാനം എന്ന ഭക്തി തന്നെ വേണം. അത് ഈശാവാസ്യം പറയുകയും ചെയ്യും. വിദ്യാം ച അവിദ്യാം ച യസ്തദ്വേദോ ഭയം സഹ അവിദ്യാമൃത്യും തീർത്വ വിദ്യാമൃതമശ്നുതേ. അതാ മോക്ഷത്തിന്റെ സൂത്രവാക്യം. അവിദ്യാമൃത്യും തീർത്വ. വർണ്ണാശ്രമ ധർമ്മമാകുന്ന കർമ്മങ്ങള് അനുപേക്ഷണീയമായി ചെയ്യുമ്പോൾ വാസനകൾ അറ്റുപോവുകയും അന്ധക്കരണം ശുദ്ധമാവുകയും ചെയ്യും. അവ മൃത്യു അറ്റുപോകും. ജനിമരണങ്ങൾക്ക് കാരണം പുണ്യപാപങ്ങളാണ്. പുണ്യവുമില്ല പാപവുമില്ലെങ്കിൽ ജനിമരണങ്ങളില്ല. മൃത്യുവിനെ തരണം ചെയ്യുവാനുള്ള വഴി അവിദ്യയാണ്, കർമ്മമാണ്. കർമ്മം കൊണ്ടല്ലാതെ മൃത്യുവിനെ തരണം ചെയ്യാനാവില്ല. അമൃതത്വമോ വിദ്യ കൊണ്ടുമാണ്. മൃത്യുവിനെ തരണം ചെയ്യാൻ ജ്ഞാനം പര്യാപ്തമല്ല. അതിന് അവിദ്യയാണ് പര്യാപ്തം. കാരണം ഏത് വാസന ദീപ്തമായോ, ഏത് കർമ്മങ്ങൾ ആവിർഭവിച്ചുവോ അവയാണ് കളങ്കം. ആ കളങ്കം കഴുകിക്കളയണം. അതിനത് ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കണം. ആവിർഭവിച്ച കർമ്മങ്ങളാണ് മൃത്യുവിന് കാരണം. പ്രാരബ്ധം. ശരീരം പ്രാരബ്ധാനുഗമാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും മടിയനായിരിക്കരുത്. ആരംഭിച്ച സമസ്ത കർമ്മങ്ങളും അതിൻ്റെ ഫലം ഇഷ്ടമാകട്ടെ അനിഷ്ടമാകട്ടെ മിശ്രമാകട്ടെ, മൂന്നാണ് ഫലം: അനിഷ്ടം, ഇഷ്ടം, മിശ്രം. ഈ ശരീരം അതിനുള്ളതാണ്. പ്രാരബ്ധത്തിനായി ശരീരത്തെ വലിച്ചെറിഞ്ഞു കൊടുക്കുക. പ്രാരബ്ധായ സമർപ്പിതം സ്വവപു. അങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുത്ത് മൃത്യുവിനെ തരണം ചെയ്തിട്ട് വിദ്യ കൊണ്ട് അമൃതത്വത്തെ നേടുക. ഇതാണ് മോക്ഷത്തിന്റെ വഴി. അപ്പോ വിഷയങ്ങൾ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം തുടങ്ങിയ കോശങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, എല്ലാറ്റിനെയും വേർപെടുത്തി അങ്ങനെ അപഗ്രഥിക്കേണ്ടത്. പൃഥക്കരിച്ച് അപഗ്രഥിക്കുക. ഇതെല്ലാം ചേർന്നാണ് ഈ നാടകം ഒരുക്കുന്നത്. മൃത്യുവിൻ്റെ നാടകം ഒരുക്കുന്ന, മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, രംഗബോധമില്ലാത്ത മൃത്യുവിന് നമ്മെ എറിഞ്ഞുകൊടുക്കുന്ന രംഗാവിഷ്കാരത്തിൻ്റെ ആളുകളാണ് ഇവരെല്ലാം. അതിൽ ഓരോന്നിനെയും പൃഥക്കരിക്കുക, വേർപെടുത്തുക. എന്നിട്ട് അപഗ്രഥിച്ച് ഏകവും അദ്വയവുമായ ആത്മാവിനെ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുരചലോയം സനാതനഃ എന്ന് കണ്ടെത്തുക. അതാണ് അറിവ്. അതിനെല്ലാം പൃഥക്കരിക്കണം. അതിനുള്ള വിദ്യ ആചാര്യന്മാര് ശാസ്ത്രത്തില് വളരെ ഭംഗിയായി പറഞ്ഞു തരികയും ചെയ്യും. അതാണ് ഇതിന്റെ പദ്ധതി.
ആ പദ്ധതിയിലൂന്നി നിന്നാൽ മോക്ഷത്തിന്റെ വഴി തുറക്കും. ഇവിടെ ഭഗവത്ഗീത രണ്ടാം അധ്യായം 60 ശ്ലോകം. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. 59. വളരെ ഉറപ്പിച്ചാ പറയുന്നത്. അതിന് വിഷയ വിനിവർത്തനം, അതുകൊണ്ട് മാത്രം കിട്ടില്ല, പരം ദൃഷ്ടി രണ്ടും വേണം. വിഷയത്തിൽ നിന്നുള്ള മോചനം, വിഷയത്തിൽ നിന്ന് മോചിച്ചു കഴിഞ്ഞാൽ ശൂന്യത്തിലാവുന്ന നിൽക്കുക. പരം ദൃഷ്ടി ഉണ്ടാവണം. ഈശ്വരനെ കാണണം. അത് കാണാതെ തൃപ്തിയൊന്നും വരില്ല. കക്ഷിയെ കണ്ട് നേരിട്ട് ഹോട്ട്ലൈൻ സംവാദമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ആഗ്രഹമില്ല. കാരണം അവിടെ നിന്നാണ് വരുന്നത്, മനസ്സിലായില്ല, കേന്ദ്രത്തിൽ നിന്നാണ്. ഒരു മീൻകറിയും കൊണ്ടുപോയി ഹൈക്കമാൻഡുമായിട്ട് നേരിട്ട് ഇടപെട്ട് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ഈ കേരളീയരുടെ വല്ലതും റെക്കമെൻഡ് വേണം, മനസ്സിലായില്ല. പിന്നെ വകുപ്പ് ഏതാണെന്നൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുപോലെ പിടിയിട്ട് ഇടണം. നേരിട്ട് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ആള്, ഇടയിലൊന്നും ആളില്ല. ഹൈക്കമാൻഡുമായിട്ടൊരു ഹോട്ട്ലൈൻ ബന്ധം ഉണ്ടാകണം. നിങ്ങൾക്ക് ഈ ഒരുപാട് ബന്ധം നാട്ടിലുള്ളത് കൊണ്ട് ഹൈക്കമാൻഡുമായിട്ട് നേരിട്ട് ബന്ധം കിട്ടില്ല. വേണ്ടെന്ന് വയ്ക്കാൻ പറ്റൂല, വേണ്ടെന്നാകണം, മനസ്സിലായില്ല. അവിടെയാണ് ആ രസവർജം രസോപ്യസ്യ. ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വർണ്ണത്തിനനുസരിച്ച് ചെയ്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ബന്ധമൊക്കെ അങ്ങ് മുറിയും. ഹോട്ട്ലൈനാവും. നേരിട്ട് നേരിട്ട് അവിടുന്ന് പിന്നെ തടസ്സമൊന്നുമില്ല. നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഇതാണ് വഴി. അല്ലാതെ ബാക്കിയൊക്കെ പറയാൻ രസകരമാണ്, കേൾക്കാൻ രസകരമാണ്, ലൗകിക ന്യായങ്ങളിൽ നമുക്കിഷ്ടമുള്ളതാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും, അതൊക്കെ സത്യമാണ്. പക്ഷെ പണി ഇതാണ്. അത് കിട്ടിയാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കാത്ത കാലത്തോളം, ഒരിന്ദ്രിയവും വിഷയത്തെ അനുഭവിക്കാത്ത കാലത്തോളം അവൻ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കുന്നു. നോക്കണം, ഒരു ഇന്ദ്രിയവും വിഷയത്തിന്റെ പിന്നാലെ ഇല്ല. അത് നിവർത്തിച്ചു, പക്ഷേ അതിലുള്ള രസം നിവർത്തിക്കില്ല. അതവിടെ കിടക്കും. കാരണം അത് നമ്മുടെ ഹിസ്റ്ററിക്ക് അത് കിടക്കുന്നു. ചരിത്രം എന്ന് പറയുന്നത് അതാണ്. എന്താ ഈ മാനവ ചരിത്രം? അവനിവിടെ നിന്ന് തിന്നുകയും കുടിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വടു, അതാണ് ഹിസ്റ്ററി. നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളാൽ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളാൽ, ജ്ഞാനേന്ദ്രിയങ്ങളാൽ അനുഭവിച്ച വിഷയങ്ങളുടെ വടു എത്രയാണോ നിങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പരമ്പരയാ
അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാൻ പാകത്തിന് അതെല്ലാമാണ് മാനവ ചരിത്രം. അതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ കാണാം, ഹിസ്റ്ററി എന്നുള്ള ഫയൽ തുറന്നാൽ മനസ്സിലായില്ല, നിങ്ങൾ കയറിപ്പോയതൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റിൽ കയറിപ്പോയി ഇല്ലേ? അങ്ങനെയല്ലേ? ഓർക്കുഡാണോ? പിന്നെന്തുവാ? ഇങ്ങനെയുള്ള ഏതെല്ലാം നിങ്ങൾ കയറിപ്പോയോ അതെല്ലാം അവിടെ നോക്കിയാൽ കാണാം. പക്ഷെ മിടുക്കന്മാരൊരു കാര്യം ചെയ്യും. കാരണം വെച്ചാൽ അവന് തന്നെ മുമ്പ് കയറിപ്പോയ ചരിത്രം അത്ര നല്ലതല്ലെന്ന് തോന്നിയാൽ അവനത് ഡിലീറ്റ് ചെയ്യും. ശരിയല്ല, ഇപ്പം ആ ചരിത്രം നിങ്ങളുടെ കമ്പ്യൂട്ടറിലില്ല, അവിടുന്ന് നിങ്ങളത് ഡിലീറ്റ് ചെയ്തു. ചിലർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വന്തം ഫയലിൽ ചെന്ന് വീഴും അല്ലേ? അങ്ങനല്ലേ? ചിലർ ഡിലീറ്റ് ചെയ്യും, പക്ഷേ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് സ്വന്തം ഫയലിൽ ചെന്ന് വീഴുന്നത്. അവിടെ എവിടെയെങ്കിലും കിടക്കും. പിന്നെയാണ് കുറച്ചുകൂടെ അറിയാവുന്നവനെ വിളിച്ചത് എങ്ങനെയാടാ കളയുക, ഇത് അവിടെ കിടക്കുന്നല്ലോടാ, ഇത് അനാവശ്യമായി കയറി വന്നേക്കും, ചിലപ്പോൾ അതിനിത് അതേ ഞെക്ക ഇതേ ഞെക്ക, ഒരു എൻട്രി അടിക്കുക, അവിടെ അടിക്കുക ഇവിടെ അടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവൻ കുറേ അടിച്ചു കഴിയുമ്പോൾ ഇത് നേരെ പോയി ബിന്നിൽ പോയി കിടക്കും. ഇസ് ഇറ്റ് റൈറ്റ്? അങ്ങനല്ലേ? എന്നല്ലേ പേര് പറയുന്നത്? ബിന്നെന്നല്ലേ പറയാ? റീസൈക്കിൾ ബിൻ. അവിടെ കിടന്നാൽ ഇവൻ ചിലപ്പോൾ ഒന്ന് കറങ്ങി ഇങ്ങ് കയറി വരും. കാരണം അതൊരു ആക്രിക്കടയാണ്. അവിടെ ഇട്ടിരിക്കുന്ന സാധനം എല്ലാം നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും കയറി വരും. അവിടുന്ന് എടുത്തു കളഞ്ഞു പൂർണ്ണമായിട്ട്, പക്ഷെ ഹാർഡ് ഡിസ്കിൽ കളയും. ഹിസ്റ്ററി അങ്ങനൊന്നും പോവില്ല. നല്ല സാമർഥ്യമുള്ളവൻ ഒരു സോഫ്റ്റ്വെയറും കൊണ്ടുവന്നങ്ങ് കയറിയാൽ നിങ്ങളുടെ ഹിസ്റ്ററി മുഴുവൻ എടുത്തുകൊണ്ടുവരാൻ പറ്റും. ആ സോഫ്റ്റ്വെയർ കയ്യിലുണ്ടായിരുന്നവനെയാണ് ഈ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവചാർജുന താന്യഹം വേദസർവാണി നത്വം വേത്ത പരന്തപ. ആ സോഫ്റ്റ്വെയർ ഇങ്ങനെയുള്ള കയ്യിലായിരിക്കുന്നത്. ഈ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്നതൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഇങ്ങയുടെ കയ്യിലുണ്ട്. സൂപ്പർ സോഫ്റ്റ്വെയറാണ്. അതിനകത്തൂടെ നോക്കുമ്പോഴാണ് കൃത്യമായി കാണുകയാണ്, അർജുന നിനക്കും എനിക്കും അനേക ജന്മങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷെ നീ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓരോ ജന്മങ്ങളിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നീ ശുദ്ധനാണെന്നൊക്കെ ഭാവിച്ചങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നിന്റെ ജന്മാന്തര ഫയലുകൾ മുഴുവൻ എടുക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ എൻ്റെ കയ്യിലുണ്ട്. ഈ എൻ്റെ ജന്മാന്തര ഫയലുകൾ മുഴുവൻ എടുക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ എൻ്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിൽ അതില്ല. അതുകൊണ്ട് നിനക്കതറിയില്ല, എനിക്കതറിയാം എന്നാണ് പറഞ്ഞത്. കിട്ടിയാൽ നല്ലതാണോ? ഈ സോഫ്റ്റ്വെയർ ആണ് ഒന്ന് എഴുതേണ്ടത്. ഒരുപാട് സോഫ്റ്റ്വെയർ എഴുതുന്നതിനിടയിൽ ഇങ്ങനൊരു സോഫ്റ്റ്വെയർ എഴുതി ഉണ്ടാക്കിയാൽ എഴുതുന്നവനാണ് ഭവം നിഹത്യ യോഗം ദദാതീതി ഭഗഃ, ഭഗം സ്വാധീനമുള്ളവൻ ഭഗവാൻ. അവൻ സംസാര താരണ മന്ത്രം അറിയുന്നവനാണ്. അതാണ് ഇതിൻ്റെ കളി. അതിന് ഈ രസം പോണം. ഈ രസം അവിടെ കിടക്കും. ബാക്കിയൊക്കെ പോയി, വിഷയമൊന്നും അനുഭവിക്കുന്നില്ല. അതിൻ്റെ ഒരു രസം. അത് ഈ രസം മാത്രം ബാക്കി കിടക്കും. വല്യമ്മമാരോട് എന്ന് ചെറുപ്പക്കാർ ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ വല്യമ്മയോടും വല്യപ്പനോടും ചെന്ന് വയസ്സായി. അപ്പോൾ ഇപ്പം അതിൻ്റെ കാമവികാരങ്ങളൊന്നുമില്ല, പക്ഷെ കേൾക്കാനൊരു രസമാണ്. എന്നിട്ട് എന്താ ഐഡി ചോദിക്കുമോ?
ഇതൊക്കെ പരിത്യജിച്ച് സ്വാമിമാരിങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ സ്വാമിമാരോട് ചെന്ന് കല്യാണം കഴിച്ചതിൻ്റെ ഇതിൻ്റെയൊക്കെ കഥകൾ പറയുമ്പോൾ അവരിങ്ങനെ കേൾക്കാൻ ഔത്സുക്യത്തോടുകൂടി ചോദിക്കും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ രസം അവിടെ കിടപ്പുണ്ട്, ആ സാധനം പോയിട്ടില്ല. അത് പോകണമെങ്കിൽ പരം ദൃഷ്ടി വേണം, ഈശ്വരനെ കാണണം. കാരണം രസോ വൈസഹ, സകല രസവും അവനിൽ ചേരും. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രസിക്കാത്ത ഇന്ദ്രിയമില്ല. അതാണ് ഭാഗവതം ദശമത്തില് ഏതാണ്ട് 30-ാം അധ്യായം മുതൽ ഉള്ള ഭാഗങ്ങളിൽ മെല്ലെ ആ ഗോപികമാരനുഭവിച്ചത് ഭഗവാന്റെ രസം അനുഭവിക്കുക. അത് നിങ്ങൾ സിനിമ കാണുന്ന പോലെ അനുഭവിച്ചതല്ല. നിങ്ങളത് ആരെങ്കിലും ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നല്ല മരം ചുറ്റിയോട്ടത്തിൻ്റെ അനുഭവം അനുഭവിക്കുന്നത്. ഒരു പ്രയോജനമില്ല. അത് മായാമയനായിരിക്കുന്ന ഹാസോന്മാദകരീചമായ അവന്റെ ഹാസവും പ്രഹാസവും ഒക്കെ ഉന്മാദകരിയാണ്. അതുകൊണ്ട് സർവഥാ പവിത്രമായ വ്രജത്തിൽ അവരനുഭവിച്ചതാണ്. ആരാ അനുഭവിച്ചത്? വ്രജഗോപികൾ. അതുകൊണ്ടാണ് നാരദൻ പറഞ്ഞത് യഥാ വ്രജഗോപികാനാം. ഗോപി ആരാ? ഗോപി ആരാ? പശു, വാക്ക്, ധൃണി, ധൃതി, ശ്രുതി എല്ലാം ഗോപി ശബ്ദമാണ്. ഒന്നുകിൽ ശ്രുതിരൂപി ഗോപികൾ, അല്ലെങ്കിൽ ജീവാത്മാരൂപി ഗോപികൾ. ഈശ്വരനെ കാണുമ്പോൾ ജീവാത്മാക്കൾ അനുഭവിക്കുന്നതാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്, അല്ലാതെ സ്ത്രീയും പുരുഷനും അല്ല. ശ്രുതി ഈശ്വരന്റെ സാന്നിധ്യത്തിൽ വാക്കിന് വരുന്ന വൈഭവം. ഈശ്വരന് സാന്നിധ്യമുണ്ടോ ഒരാളിലെന്നറിയുന്നത് അവന്റെ വാഗ്വൈഭവത്തിലാണ്. ശ്രുതിരൂപി ഗോപി. ഗോപി ആനന്ദിക്കുന്നത് പോലെ അവനെ രസിക്കും, അവനെ വർണ്ണിക്കുമ്പോൾ. പുഷ്പദന്തനൊക്കെ ഏതാ ചെയ്തത്? വാക്കൊഴുകാൻ വല്ല മയമുണ്ടോ? അസിതഗിരി സമം സ്യത്കജ്ജലം സിന്ധുപാത്രേ സുരതരു വരശാഖാലേഖനീ പത്രമുർവി ലിഖതി യതി ഗൃഹീത്വാ ശാരദ സർവകാലം തദപി തവ ഗുണാനാമീശ പാരം നയാത്. വായിച്ചു കാണാൻ പഠിക്കാമെന്നല്ല, ഇതുപോലെ എഴുതാൻ പറ്റും. ഇങ്ങനെ വാക്കുപോലും വളഞ്ഞു കിട്ടുക. എഴുത്തച്ഛൻ ആ അത്യന്തഭാസുരമായ ആത്മലോകത്തേക്ക് എടുത്തെറിയപ്പെടുന്നുണ്ട് ചില നിമിഷങ്ങളിൽ. വാണീടുകനാരദം എന്നുടനാവുതന്മൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മൽ നടനം ചെയ്കേണങ്കാനനെ യഥാകാനനേ ദിഗംബരൻ. എന്തൊരു ഗുണം! കാനനത്തിൽ ദിഗംബരമൂർത്തി നൃത്തം ചെയ്യുന്നത് പോലെ എൻ്റെ നാവേൽ വാണോളാൻ പറയുകയാണ്. ആരോട്? സരസ്വതിയോട്. ചുമ്മാ വേന എടുത്തിരുന്ന് എഴുതിയാൽ, നമ്മളൊക്കെ ഇരുന്ന് എഴുതിയാൽ കം തകം പാതകം കൊലപാതകം വഴ കൊലപാതകം രേ ദുഷ്കവി കുഞ്ചര എന്ന പ്രമാണത്തിൽ പലായുധം.
മറ്റേ എന്തൊരു ഒഴുക്കാണ്. അമൃതാംബുധിയിലെ കല്ലോല പരമ്പര പോലെ അഹം അഹം ഇഹയാ വാക്കിങ്ങനെ വരിക. ആരാണ് ഈ വാക്കെല്ലാം നെയ്തു കൊടുക്കുന്നത്? കേനത്തിൽ ചോദിക്കുന്നുണ്ടത്. ആര് നെയ്തിട്ടാ ഈ വാക്കെല്ലാം വരുന്നത്? കേനേഷിതം വാചം ഇമം വദന്തി കേന പ്രാണ പ്രൈതിയുക്ത. അർജുനനും ചോദിക്കുന്നുണ്ട്, അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ. അതിന്റെ ഉത്തരം അറിയണ്ട. മറ്റത് ഈ വാക്കെല്ലാം ആരാണ് നെയ്യുന്നത്? ഇതിന്റെ വ്യാകരണ നിയമമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അതുകൊണ്ട് ആ രംഗം കാനനമൂർത്തി, ദിഗംബരമൂർത്തി കാനനത്തിൽ നൃത്തം ചെയ്യുന്നത് പോലെ അടങ്ങാതെ അന്തിക്ക് അങ്ങ് അലർശര രിപുസ്വാമി നടനം നടത്തുമ്പോൾ സരസമത കൊണ്ടാടും അവനെ കൊടുങ്ങല്ലൂരമ്മേ കുശലമടിയങ്ങൾക്കു തരണേ എന്ന് കുഞ്ഞിക്കൂട്ടം പാടും. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അതും ഈ നൃത്തം തന്നെയാണ്. അടങ്ങാതെ അന്തിക്ക് അങ്ങ് അലർശര രിപുസ്വാമി നടനം നടത്തുമ്പോൾ, അലർശര രിപുസ്വാമി ദിഗംബരമൂർത്തി, അപ്പോൾ സരസമ അവനെ കൊണ്ടാടുക. കാരണം പാർവതിക്കാണ് അത് ആസ്വദിക്കാൻ അറിയുന്നത്. അപ്പൊ ഇതൊക്കെ പഴയ വാഗ്വൈഭവം വന്നതാണ്. ഇത് ലക്ഷ്മണോപദേശത്തിലും മറ്റും ഗംഭീരമായി കാണാം. ലക്ഷ്മണന്റെ വരവും മറ്റും എഴുത്തച്ഛൻ വർണ്ണിച്ചിട്ട്, അതതിൻ്റെ ഏറ്റവും വികാരതീവ്രമായി വർണ്ണിച്ചിട്ട്, ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം ഒരു അന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവാൻ ബന്ധമില്ലതിൻ ഏതും അതിന് എന്ന് ഭംഗിയായി പറഞ്ഞു നിൽക്കുമ്പോൾ രാമന്റെ ഒരു വരവുണ്ട്. രാമന്റെ വരവ് കണ്ട് തൂലികയൊക്കെ വലിച്ചെറിഞ്ഞ് തൊഴുകയോടുകൂടി നിൽക്കുന്ന ഒരു എഴുത്തച്ഛനുണ്ട്, ലിറിക്കൽ ഔട്ട് ബേഴ്സ്റ്റ്. രാമൻ വന്നു എന്നല്ല പറഞ്ഞു, ഭക്തി അതിൻ്റെ ഭാവതൂകതയിലെത്തുകയാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഭക്തിക്ക് പോകാൻ പറ്റില്ല. സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ധ്യാഘ്രിയുഗ്മാരവിന്ദൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരുവൃന്ദ മന്ദാരദാരുപമൻ. ഇതൊക്കെ പിള്ളേരെ ചെറുപ്പത്തിൽ പഠിപ്പിക്കണം. ഭാഷ നല്ലപോലെ വളയണമെങ്കിൽ. കുട്ടിക്കാലത്ത് ഇങ്ങനെ വല്ലതൊക്കെ പഠിച്ച് കാണാ പഠിച്ചാൽ വാക്കുകൾ മര്യാദാമസൃണമായി ചിലപ്പോൾ ഒഴുകും. താതനെയും പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം ഒരു അന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവാൻ ബന്ധം ഇല്ല ഏതും അതിന് ശോകിപ്പതിന് അന്തർമുദാ വസിച്ചിടുക മാതാവേ എന്നാ കൗസല്യയോട് പറഞ്ഞേ. ആ സമയത്താണ് രാമന്റെ വരവ്. ആര്യപുത്രാഭിഷേകം കഴിപ്പതിന് ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്രുഷാദഗ്ധമന്മാർ സൗമിത്രി നിൽക്കുന്നേരം ഒരു ചലനവും രാമനുണ്ടായില്ല.
മന്ദഹാസം ചെയ്തു, മന്ദേതരം ചെന്നു, നന്ദിച്ചു, ഗാഠമായി ആലിംഗനം ചെയ്തു. ഇത് കണ്ടപ്പോഴാണ് എഴുത്തച്ഛന് നിക്കക്കള്ളിയില്ലാതായി. ഇത്രയും കോപിക്കുമ്പോൾ ഒരുവൻ ചെല്ലുക, കെട്ടിപ്പിടിക്കുക, നല്ല പോലെ സന്തോഷിപ്പിക്കുക, ഇത്രയുള്ളൊരു മനുഷ്യൻ ഇതുവരെ എഴുത്തച്ഛൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എഴുത്തച്ഛൻ താൻ എഴുതിക്കൊണ്ടിരുന്ന തൂലികയൊക്കെ ഏറ് വെച്ചു കൊടുത്തു. എന്നിട്ട് ആ എഴുതുന്നതിലേക്ക് കയറി അങ്ങ് കിടക്കുകയാണ്. എഴുത്തച്ഛൻ കിടക്കുന്ന കിടപ്പാണ് നമ്മൾ കണ്ടത്. സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യഘ്രിയുഗ്മാരവിന്ദൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരത രൂപമൻ. മൃദുശബ്ദങ്ങൾ കൊണ്ടുള്ളൊരു കളിയാണ്. അതെവിടെയോ ചെന്ന് ഹൃദയത്തിൽ തട്ടും. ഞാൻ ചൊല്ലിയപ്പോൾ തട്ടിക്കാണില്ല, എൻ്റെ സ്വരം അത്രയും നല്ലതല്ല. അത് തട്ടുന്ന വിധത്തിൽ നല്ല ഭക്തിയോടുകൂടി കേൾക്കണം. കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമയ സ്വരത്തിലെങ്കിൽ. എത്ര ഭക്തിയൊന്നുമില്ല, എന്നാലും നിങ്ങൾ വീട്ടിൽ പോയി ഭക്തിയോടുകൂടി പാടുന്നത് പാടിക്കോട്ടെന്ന് വെച്ചാണ്. അതിന് കുറവ് വല്ലതും വന്നെങ്കിൽ എൻ്റെ ഭക്തിയുടെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഗംഭീരമായിട്ടാണ് ശബ്ദം പോകുന്നത്. എവിടെയൊക്കെയോ ഹൃദയത്തിനകത്ത് ഉടക്കും. ഭക്തിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. 10ാമത്തെ രസമാണ്. മധുസൂദന സരസ്വതി രസമായിട്ടാണ് ഭക്തിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഭക്തിരസം അത് വന്നു കഴിയുമ്പോൾ ഹോർമോണൊക്കെ ഒന്ന് നേരെയാവും. നല്ല ഭക്തിയിൽ വെച്ച് 2 തുള്ളി കണ്ണുനീര് വീണാൽ മതി, ഏത് രോഗവും അലുത്തു പോവും, ഏത് ലിവറും നേരെയാവും. കാരണം ഇതിനേക്കാൾ വലിയ കരളില്ല. പക്ഷേ അതൊക്കെ പഠിച്ച് കളഞ്ഞു വിളിച്ചുകൊണ്ടിനി അഭിനയിക്കാനല്ലാതെ ശരിക്കൊന്ന് കരയാൻ പോലും പറ്റൂല. മനസ്സിലായില്ല? ശരിക്കൊന്ന് കരയണമെങ്കിൽ നിഷ്കളങ്കത വേണം. അമ്മ മരിച്ചു കിടക്കുക, കരയണമെന്ന് ആഗ്രഹമുണ്ട്, കരയാൻ പറ്റൂല. മനസ്സിലായില്ല? എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല, ഞാൻ വിദ്യാഭ്യാസം ഉള്ളവനായി പോയില്ലേ, കരയാൻ പറ്റുമോ? മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഗൺമാനും ഒക്കെ ആയിട്ട് വന്ന് നിന്ന് പതുക്കെ അമ്മയുടെ മേത്ത് റീത്തും വെച്ചേച്ച് ഇറങ്ങിപ്പോകുന്നത്. വേറെ നിവൃത്തിയില്ല. പക്ഷെ ആ പോക്കിൽ ഇവൻ ഒരുപാട് രോഗം മേടിച്ചു കൂട്ടും. മറിച്ചൊന്ന് കണ്ണ് നിറഞ്ഞ് കരഞ്ഞാൽ പല രോഗവും പോവും. ചിരിച്ചാൽ പോകുന്നതിനേക്കാൾ പോവും. ഭക്ഷണത്തിന് സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു, 1 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നിട്ട് നിങ്ങൾ ആരും മിണ്ടിയില്ല, എൻക്രോച്ച് ചെയ്ത്. അത് നോക്കണ്ട, കൃത്യസമയത്ത് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പം ഇനി ഭക്ഷണം കഴിഞ്ഞ്, അതുകൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞേ തുടങ്ങുള്ളൂ.